ശരിയാ. ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നതാ. എങ്ങോട്ടും പോവാനൊന്നും നിന്നില്ല. ഒന്നുമില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. ടിവിയും ഫോണും ഒക്കെ കണ്ട് ഇങ്ങനെ സമയം പോക്കി. അല്ല, നീ എവിടെ പോയേ? അവിടെ എന്തായിരുന്നു പരിപാടി? ഓ, അത് ശരി. അത് ഞങ്ങളെ കാര്യല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ. എടാ എടാ, അവനെ തെറ്റിക്കണ്ടോ. എക്സാമിന് ആകെ ഒരു ആശ്രയം അവനാ. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? ജസ്റ്റ് പാസെങ്കിലും ആയാ മതിയായിരുന്നു. ഫസ്റ്റ് ബെല്ലാ, മിണ്ടല്ലേ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ്. എല്ലാരും ഇരിക്കേ. ഇനി അത് ആൻസർ ഷീറ്റ് വല്ലതും ആണോടാ? അല്ല, ഇനിയിപ്പോ അത് ആൻസർ ഷീറ്റ് ആണെങ്കിലോ? അപ്പൊ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളെ ആൻസർ ഷീറ്റ് ഒക്കെ കറക്റ്റ് ചെയ്തു. സത്യം പറഞ്ഞ ഈ പേപ്പർ കറക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. ഒറ്റ ഒന്നിനും ഞാൻ ഇവിടെ കുറെ പ്രാവശ്യം പഠിപ്പിച്ച ആൻസർ പോലും അറിയില്ല. ഇനി നിങ്ങളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കണം? എല്ലാ കുട്ടികളെയും വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഇവിടെ നല്ലോണം എഴുതാൻ അറിയുന്ന കുട്ടികളും ഉണ്ട്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ആൻസർ ഷീറ്റ് വാങ്ങിക്കൊണ്ട് പോ. ഞാൻ ഓരോരുത്തരുടെ റോൾ നമ്പർ വിളിക്കാം. അവരെ വന്നിട്ട് ആൻസർ ഷീറ്റ് വാങ്ങാൻ പോവാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എനിക്കറിയില്ല. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അല്ല, നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? നീയല്ലേ പറഞ്ഞ നീ എന്തായാലും പാസ്സാവുന്ന്. റോൾ നമ്പർ 1. എന്നാ പേപ്പർ 18 ഔട്ട് ഓഫ് 50. പഠിക്കണ നേരത്ത് പഠിക്കണേ. അടുത്ത റോൾ നമ്പർ വാ. റോൾ നമ്പർ 21. റോൾ നമ്പർ 21. അയ്യോ, റോൾ നമ്പർ 21 ഞാനല്ലേ. എടാ മോട്ടു, ഒന്ന് മാറിക്കേ. എടാ മോട്ടു. അല്ല, ഇവനിതെന്തു പറ്റി? എടാ മോട്ടു, ഒന്ന് മാറിക്കേ. ഒന്ന് മാറോ, മിസ് എന്റെ റോൾ നമ്പർ വിളിക്കുന്നേ. താങ്ക് യു മിസ്. വന്നല്ലോ. ഞാൻ നിന്റെ പേപ്പർ 25 ഔട്ട് ഓഫ് 50. ജസ്റ്റ് പാസ്സാ. ഇനിയെങ്കിലും നന്നായിട്ട് പഠിക്കാൻ നോക്ക്. ശരി മിസ്സേ. 25. ആ, അതെ. എന്റെ പൊന്നു മോട്ടോ, ഇത് ജസ്റ്റ് പാസ്സാ. ഇതൊക്കെയാണോ മാർക്ക്? എന്തായാലും നിനക്ക് എന്നേക്കാൾ കൂടുതൽ കിട്ടൂലേ? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? റോൾ നമ്പർ 26. എടാ, നിന്നെ വിളിക്കുന്നേ, ചെല്ലേ. ആ, വിളിച്ച് പോയി പേപ്പർ വാങ്ങി വാ. ഓ, വന്നല്ലോ മഹാൻ. എന്താടോ ഇത്? താനൊക്കെ എന്തിനാ സ്കൂളിലേക്ക് വരുന്നേ? പഠിക്കാനോ അതോ വേറെ എന്തിനെങ്കിലോ? ഈ അടുത്തായിട്ട് നിനക്ക് എക്സാമിന് ഒന്നും മാർക്കില്ലല്ലോ മോട്ടോ. വീട്ടിൽ നിന്ന് പഠിക്കാറൊന്നുമില്ലേ? അത് കാണാനും ഉണ്ട് പേപ്പറിൽ. നാളെ മര്യാദയ്ക്ക് പാരന്റ്സിനെയും കൂട്ടിയിട്ട് എന്നെ വന്ന് കാണണം. ഇല്ലാതെ നീ ക്ലാസ് കയറണ്ട. എന്നാ കൊണ്ടുപോ. എത്ര മാർക്ക് എത്രയാ? 2. അതെന്താ? എനിക്കറിയില്ലടാ. അല്ല, നിന്നോട് മിസ് എന്താ പറഞ്ഞേ? കൊറേ സംസാരിക്കുന്ന കണ്ടല്ലോ. നിന്റെ അമ്മ വരുമോ? എനിക്കറിയില്ല. ഈ പേപ്പർ ഞാൻ വീട്ടിൽ കാണിച്ച അമ്മ എന്നെ കൊല്ലും. പിന്നെ നിന്റെ പ്ലാൻ എന്താ? എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ബെല്ലടിച്ച്.
വെറുതെ ഒന്നുമല്ലല്ലോ പിടിച്ചിരിക്കുന്നെ. എന്റെ പൊന്നമ്മ പതുക്കെ. ആകെ കുറച്ച് മുടിയുള്ളൂ, അതും കൂടി പോ. അയ്യോ അമ്മ. നീ എപ്പോ വന്നേ? ഓഹോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കുറച്ച് നേരം വന്നിട്ട്. പോയി കുളിച്ചു വരാൻ നോക്ക്, ഫുഡ് എടുത്തേക്കാം. അമ്മ, ചേട്ടൻ എപ്പോഴാ വരാ? ചേട്ടൻ വരാനൊന്നുമില്ലടാ, ചേട്ടൻ റൂമിലുണ്ട്. ഇന്ന് ഓഫീസിൽ പോയില്ലേ? അവൻ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്തൊരു മടി, അതുകൊണ്ട് ഇന്ന് പോയില്ല. ശരി. അല്ല, നീ എന്താ വന്ന ഉടനെ ചേട്ടനെ ചോദിക്കുന്നേ? ഒന്നുമില്ല, വെറുതെ. ശരി, പോയി കുളിച്ചു വരാൻ നോക്ക്. മിണ്ടാതിരിക്ക് മീരെ. എന്തൊരു സമാധാനത്തോടെ ചേട്ടൻ കിടന്നുറങ്ങുന്നേ. ചേട്ടാ, ചേട്ടാ, ചേട്ടാ ഒന്ന് എണീക്ക് ചേട്ടാ. ചേട്ടാ എന്താ? ഒന്ന് എണീക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് പോടാ, ഉറങ്ങാൻ സമ്മതിക്കൂല. ചേട്ടൻ എങ്ങനെയാ ചേട്ടാ ഞാനിങ്ങനെ കുടുങ്ങി കിടക്കുമ്പോ ഉറങ്ങാൻ തോന്നുന്നേ? നീ പോയിട്ട് പിന്നെ വാ, ഞാനിപ്പോ ഉറങ്ങട്ടെ. എന്താടാ, കൊറേ നേരമല്ലേ കിടന്ന് വെറുപ്പിക്കുന്നേ? എന്താ എനക്ക് വേണ്ടേ? ചേട്ടാ, എനിക്ക് ചേട്ടന്റെ ഒരു സഹായം വേണം. എന്ത് സഹായം? നീ ഇപ്പൊ പറയല്ല, ഞാനൊന്ന് ഉറങ്ങട്ടെ, ഒന്ന് പോ. പ്ലീസ് ചേട്ടാ, എന്റെ സഹായമെങ്കിലും കേക്ക്. ഈ ചെക്കനെ കൊണ്ട് എന്നെ ഉറങ്ങാൻ സമ്മതിക്കൂല. പറ എന്താ? അത് പിന്നെ ചേട്ടാ, നാളെ എന്റെ കൂടെ സ്കൂൾ വരെ വരോ? ഞാനെന്തിനും നിന്റെ സ്കൂളിൽ വരുന്നേ? പ്ലീസ്, എന്റെ പാരന്റ് ആയിട്ട്. പാരന്റ് ആയിട്ടോ? അതിന് അച്ഛനമ്മനെ വിളിച്ചോണ്ട് പോ. എന്തേ, നാളെ വല്ല പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടോ? പാരന്റ്സ് മീറ്റിംഗ് ഒന്നല്ല, വേറൊരു ചെറിയ പ്രശ്നം. എന്ത് പ്രശ്നം? 2 മാർക്കോ? അമ്മ കേക്കണ്ട മോനെ. ചേട്ടാ പ്ലീസ് ചേട്ടാ, അമ്മേനോട് പറയല്ലേ. ചേട്ടൻ വാ നാളെ, ഇല്ലെങ്കിൽ എന്നെ ക്ലാസ് കേറ്റൂല. എടാ, ഞാൻ വന്ന പ്രശ്നാവൂലേ? എനിക്കാവൂല. ഇതേ അറിഞ്ഞിട്ട് ഞാൻ അമ്മേനോടെങ്ങാനും പറയാണ്ടിരുന്നാലേ അതിനും കൂടെ അടി എനിക്ക് കിട്ടും. എനിക്കാവൂല റിസ്ക് എടുക്കാൻ. ഞാൻ പോയി പറയാൻ പോവാ. ചേട്ടാ പ്ലീസ് അമ്മേനോട് പറയല്ലേ. ഞാൻ പറയുന്നു പറഞ്ഞാ പറയും. ചേട്ടാ പ്ലീസ് ചേട്ടാ പറയല്ലേ ചേട്ടാ പ്ലീസ്. നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല മോനെ, ഞാൻ എന്തായാലും പറയും. ചേട്ടാ പ്ലീസ് ചേട്ടാ, ചേട്ടന്റെ കാല് ഞാൻ പിടിക്കാം, അമ്മേനോട് പറയല്ലേ. ചേട്ടൻ പറയുന്ന എന്ത് ഞാൻ ചെയ്തോളാം. ഹേയ് എടാ, മോട്ടോ ഒന്ന് എണീക്ക്. ചേട്ടൻ പറയില്ല എന്ന് പറഞ്ഞ എണീക്കാം. അല്ല, ഒരു മിനിറ്റ്, നീ ഒന്ന് എണീക്ക്, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. എന്താ? നീ ശരിക്കും ഞാൻ എന്തു പറഞ്ഞാലും ചെയ്യൂ? ചെയ്യാം. എന്നാ ഓക്കെ, ഞാൻ പറയില്ല. പറയാണ്ടിരുന്നാ മാത്രം പോരാ, നാളെ എന്റെ കൂടെ വരികയും വേണം. അത് നിന്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. എന്നുവെച്ചാ? നീ ഇപ്പൊ ഞാൻ പറയുന്നതെല്ലാം നല്ല കുട്ടിയെ അനുസരിച്ചാ നാളെ ഞാൻ നിന്റെ കൂടെ വരാം. അഥവാ നീ അനുസരിച്ചില്ലെങ്കിൽ ഇത് ഞാൻ പറയുകയും ചെയ്യും, നാളെ നിന്റെ കൂടെ സ്കൂളിലേക്ക് വരൂല്ല. ഏറ്റോ? ശരി. എന്നാലേ ചേട്ടനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. മോൻ പോയി ചായ എടുത്തിട്ട് വാ. അതെ, അമ്മ കുറെ നേരമായിട്ട് എന്നെ വിളിക്കുക ചായ കുടിക്കാൻ വേണ്ടി. ആ ചായന്റെ ഗ്ലാസ് ഇങ്ങോട്ട് എടുത്തിട്ട് വാ. എന്നാ പിന്നെ റൂമിൽ നിന്ന് കുടിക്കാലോ. ശരി, എടുത്തിട്ട് വരാം. എന്നാ പോയിക്കോ. പിന്നെ കഴിക്കാനും കൂടെ എന്തെങ്കിലും എടുത്തോട്ടോ. വല്ലപ്പോഴും ഇങ്ങനത്തെ നല്ല നല്ല ചാൻസസ് ഒക്കെ കിട്ടാറുള്ളൂ. ഇത് ഞാൻ ഉപയോഗപ്പെടുത്തും. അമ്മ ചായ ആയോ? ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്ക്. എടാ, നിന്റെ ഫേവറേറ്റ് സാധനമാണല്ലോ പഴംപൊരി. ഈ ചെക്കനെ ഇനി ഞാൻ പോയി തല്ലി വിളിക്കേണ്ടി വരും. ഒന്ന് ഇറങ്ങി വന്നൂടെ അവനെ? സജിനെ, അമ്മ ചേട്ടനെ വിളിക്കണ്ട, ചേട്ടൻ ഉറങ്ങാ. വെറുതെ അല്ല, എത്ര നേരമായി ഞാൻ അവന് ചായ കുടിക്കാൻ വിളിക്കുന്നേ. അമ്മ ഒരു കാര്യം ചെയ്യ്, ചേട്ടന് ചായ എന്റെ അടുത്തതാ, ഞാൻ കൊണ്ട് കൊടുക്കാം. എന്നാ അവന് കൊണ്ട് കൊടുക്ക്. ദാ 2 ഗ്ലാസ് എടുത്തോ. അവനോട് താഴേക്ക് ഇറങ്ങി വരാൻ പറ കേട്ടോ. ശരി. അല്ലടാ മോട്ട്, ഇത് വേണ്ടേ? അതെടുക്കാൻ ഞാൻ ഒന്നുകൂടി വരാം. ദാ ചേട്ടാ ചായ. താങ്ക് യു. കഴിക്കാനൊന്നുമില്ലേ? ഞാൻ പോയി എടുത്തു തരാം. നീ എടുക്കണ്ട, ഞാൻ എടുത്ത്. എന്താണ് സജിന നീ കാണിക്കുന്നേ? ഞാൻ എന്താ കാണിച്ചേ? നിനക്കെന്താ താഴേക്ക് വന്ന് ചായ കുടിച്ചാ? ഒന്നുമില്ല, ഒരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ച്. നീ ഓവർ വിചാരിക്കല്ലേ, ആ ചെക്കനെ കൊണ്ട് വെറുതെ പണിയെടുപ്പിക്കാൻ. അവനാ പറഞ്ഞ ഞാൻ കൊണ്ടുതരാന്ന്. ആണോടാ മോട്ടു? അമ്മേ. എന്നാ കുഴപ്പമില്ല. എന്നാ ഇത് കഴിച്ചോ. അതിങ്ങോട്ട് തന്നേക്കമ്മേ. അത് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ആ ഗ്ലാസ് വന്ന് കേറ്റി വെച്ചോണം, കേട്ടോ സജിനെ? ശരി. നീ എന്തിനാടാ നിന്ന് കുടിക്കുന്നേ? അവിടെ ഇരുന്ന് കുടിച്ചോ. താങ്ക് യു ചേട്ടാ. ഛേ, ഈ വണ്ടി ഫുള്ള് ചളിയാണ്. എത്ര കാലായി വണ്ടി ഒന്ന് കഴുകിയിട്ട്. ചേട്ടാ മോട്ടു,
നീ കറക്റ്റ് ടൈമിനാ വന്നേ. എന്ത് പറ്റി ചേട്ടാ? എടാ ഈ വണ്ടി ഒന്ന് കഴുകണം, ഒന്ന് കഴുകി തരുമോ? വണ്ടി എഴുതാനോ? എന്തേ പറ്റൂലേ? അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അമ്മേനോട് പറഞ്ഞോളാം. ആര് പറഞ്ഞു പറ്റൂലാന്ന്? ഞാൻ കഴുകി തരാം. ഗുഡ് ബോയ്. എന്നാ വേഗം കഴുകിക്കോ. അല്ല ഞാൻ നേരത്തെ കഴുകിക്കാൻ പറഞ്ഞ പാത്രമൊക്കെ കഴുകിച്ചോ? ചെയ്തു. എന്നാ മോൻ വേഗം പണി തുടങ്ങിക്കോട്ടോ. ചേട്ടനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ. ശരി. മുതലെടുക്കുക. വൃത്തിയായിട്ട് ചേട്ടൻ. ഇതിനൊക്കെ എങ്ങനെയാണോ എനിക്ക് ചേട്ടനെ കിട്ടിയേ? എന്തൊരു കഷ്ടാ ദൈവമേ. ഞാൻ കാരണം എനിക്ക് തന്നെ പണി കിട്ടി. ഇനി വണ്ടി ഫുൾ ഞാൻ കഴുകണ്ടേ? അയ്യോ. എന്താ മോനെ കുഴങ്ങിയോ? കുഴപ്പമൊന്നുമില്ല ചേട്ടാ. ദാ മോട്ടു, നിനക്ക് നാളെ ക്ലാസ്സില്ല കേട്ടോ. ക്ലാസ്സില്ലേ? എന്താ? നാളെ നിങ്ങളെ സ്കൂളിൽ എന്തോ പരിപാടിയാ. അതുകൊണ്ട് നാളെ ലീവാ. ശരിക്കും? ആടാ ശരിക്കും. നിനക്ക് നാളെ ഓഫീസില്ലടാ? ഉണ്ടല്ലോ. നാളെ മര്യാദയ്ക്ക് പോയിക്കോട്ടോ. മടിയും കാണിച്ച് ഇങ്ങനെ കിടന്നോളൂ. അമ്മ നാളെ പോവാ. അപ്പൊ നിനക്ക് നാളെ ക്ലാസ് ഇല്ലല്ലേ? എന്നാ മോനൊരു കാര്യം ചെയ്. ചേട്ടന്റെ കുറച്ച് തുണിയൊക്കെ ഉണ്ടാവും അലക്കാൻ, അതൊക്കെ ഇന്നുകൂടി തിരുമ്പിടണേ. മോൻ ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ നാളെ തിരുമ്പി മേലെ കൊണ്ടുപോയി ഉണക്കാടണം. എന്നിട്ട് അതേപോലെ എടുത്ത് അലമാരയെ കൊണ്ടുപോയി മടക്കിക്കാൻ വേണം. കേട്ടല്ലോ? ഗുഡ്. അല്ല നീ വണ്ടി കഴുകിയോ? എന്തായാലും വെറുതെ ഇരിക്കല്ലേ, എന്റെ കാലൊന്ന് മസാജ് ചെയ്തതാ. എന്തൊരു സുഖം. അമ്മ ഞാൻ പോവാണേ. അല്ല മോട്ടൊക്കെ ഇവിടെ പോയി. അപ്പൊ മീരയോ? ശരി ഞാൻ പോവാ. ഞാൻ വണ്ടി എടുത്തിട്ട്. ശരി ബൈ. അല്ല ഞാനെങ്ങോട്ട് പോവും? വല്ലാത്ത കഷ്ടാണ്. മനുഷ്യന്റെ ജോലിയും പോയി, നീ എങ്ങോട്ടൊന്നും വെച്ചിട്ടാ പോവാ? എന്തായാലും അമ്മ തന്ന ഫുഡ് ഇവിടുന്ന് കഴിക്കാം. വിശന്നിട്ട് വയ്യ. പഠിക്കാനൊക്കെ എന്ത് പാടാ.